നെക്സ്റ്റ് ഈസ് ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സ്. ഇത് വായിക്കുന്നത് എന്താണ്? ബോക്സ് എക്സ് എന്ന് എഴുതിയിരിക്കണേ. ഇത് വായിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്നാണ് ഇതിനെ പറയുക. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇൻറ്റിജർ എക്സ് എന്നാണ് വായിക്കുക നമ്മളിതിനെ. ഇതിൻ്റെ ഗ്രാഫാണ് പറയാൻ പോകുന്നത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സ്. എന്താണെന്ന് ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ശ്രദ്ധിച്ച് കേൾക്കണേ. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 2.6. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു ഫ്രാക്ഷൻ. ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പോയിൻ്റ് ഉള്ള നമ്പർ. അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ വാല്യൂ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഇൻറ്റിജർ എടുത്ത് എഴുതാം. 2.6ന് തൊട്ട് ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഇൻറ്റിജർ. നമ്പർ ലൈൻ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. 2.6ന് തൊട്ട് ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഇൻറ്റിജർ ഏതാണോ അതെടുത്ത് എഴുതാം, 2. ഇപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ നമ്പറിന് തൊട്ട് ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഇൻറ്റിജർ എടുത്ത് എഴുതാം. വേറൊരു എക്സാമ്പിൾ, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 7.98 എന്നല്ല എഴുതേണ്ടത്. ഇതൊരു ഫ്രാക്ഷൻ അല്ലേ, 7.9. അതെ, അപ്പോൾ അതിന് 7.9 തൊട്ട് ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഇൻറ്റിജർ ഏതാ? 7. ഇപ്പോൾ വേറൊരെണ്ണം നെഗറ്റീവ് നമ്പർ വരുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് -4.7. പലരും വിചാരിക്കും -4 ആണെന്ന്. ഒന്ന് നമ്പർ ലൈൻ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. നമ്പർ ലൈൻ ഞാൻ എല്ലാ നമ്പർ എഴുതണില്ല. -1, -2, -3 അങ്ങനെ പോവാണല്ലോ അല്ലേ. -3, -4 അല്ലേ. കുറച്ച് ഒന്ന് വരച്ചേക്കട്ടെ. -4 പിന്നെ -5 അങ്ങനെയാണല്ലോ നമ്പർ ലൈൻ ലെഫ്റ്റിലോട്ട് പോകുന്നത്. -4.7 പൊസിഷൻ എവിടെയാണെന്ന് നോക്കിയേ. -4.7 എവിടെയായിട്ടാണ് വരാം? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവിടെയാണ് -4.7 പൊസിഷൻ. -4.7 തൊട്ട് ലെഫ്റ്റ് സൈഡിൽ വരുന്ന ആൾ -5 അല്ലേ, അല്ലാതെ -4 അല്ല. ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് -4 ഇരിക്കുന്നത്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് ഫ്രാക്ഷൻ കാണാൻ പറഞ്ഞാൽ ആ ഫ്രാക്ഷന് തൊട്ട് ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഇൻറ്റിജർ എടുത്ത് എഴുതണം. -5 ആണ് അപ്പോൾ വരാം. അപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് എ ഫ്രാക്ഷൻ എഴുതാൻ പറഞ്ഞാൽ ആ ഫ്രാക്ഷന് തൊട്ട് ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഇൻറ്റിജർ എന്താണോ അതെടുത്ത് എഴുതാം. അതേസമയം ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് ഇൻറ്റിജർ ആണ് വരണമെങ്കിൽ അത് തന്നെ എഴുതിയാൽ മതി. കേട്ടല്ലോ. 6 ആണെന്നുണ്ടെങ്കിൽ 6, -7 ആണെന്നുണ്ടെങ്കിൽ -7. ഇൻറ്റിജർ വന്നാൽ അത് തന്നെ എഴുതാം. ഫ്രാക്ഷൻ വരുമ്പോൾ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഇൻറ്റിജർ എടുത്ത് എഴുതാം. ഇതിൻ്റെ ഗ്രാഫ് ടേബിൾ വരയ്ക്കേണ്ട ആവശ്യമില്ല. ഈ ഗ്രാഫ് ഒന്ന് ബൈ ഹാർട്ടാക്കിയാൽ മതി. അതിൽ ഓരോ പോർഷൻസും എങ്ങനെ വന്നു എന്നുള്ളതൊന്നും എക്സാമിന് ചോദിക്കില്ല. ഞാൻ ഇതിൻ്റെ ഗ്രാഫ് വരച്ച് കാണിച്ചു തരാം. ഗ്രാഫ് ഒന്ന് ബൈ ഹാർട്ടാക്കണം. ആദ്യം തന്നെ നമ്മൾ നമ്പറുകളൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഇത് 0, ഇവിടെ 1, 2, 3 അങ്ങനെ പോവും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ -1, -2, -3. അതുപോലെ ഇവിടെ 1, 2, 3, 4 അങ്ങനെ പോവും. ഇവിടെ ലെഫ്റ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ അറിയാമല്ലോ -1, -2, -3, -4 അങ്ങനെ പോവും. ഞാൻ ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കാം. അതൊന്ന് ബൈ ഹാർട്ടാക്കി വെച്ചാൽ മതി. കേട്ടല്ലോ. ഒരു റഫായിട്ടുള്ളൊരു ഐഡിയയും തരാം വരച്ച് കഴിഞ്ഞിട്ട്. ആദ്യം തന്നെ 0 മുതൽ 1 വരെയില്ലേ, അതിങ്ങനെ ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെ വരയ്ക്കുക. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ റൗണ്ട് ഇടാം. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഞാനിത് വരയ്ക്കുന്ന ടെക്നിക്ക് പറയാം, എന്നിട്ട് ഇതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാം. 0 മുതൽ 1 വരെയുള്ള ഇത് പോർഷൻ ഒന്ന് ഡാർക്കൻ ചെയ്യുക ഗ്രാഫായി. ആ 1ൻ്റെ അവിടെ ചെറിയൊരു റൗണ്ട് ഇടാം. അതെന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു പോയിൻ്റ് മിസ്സിങ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അതെന്താണെന്നുള്ളത് വരച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഇനി എന്നിട്ട് അടുത്തത് ഇതിൻ്റെ ജസ്റ്റ് ഒരു സ്റ്റെപ്പ് മുകളിലായിട്ട് നേരത്തെ ചെയ്ത പോലെ ഇങ്ങനെ ഒരു യൂണിറ്റ് ലെങ്ത്തുള്ള രീതിയിൽ വരയ്ക്കുക. ഇവിടെ ഒരു റൗണ്ട് ഇടാം, ഡാർക്കൻ ചെയ്യണം. പിന്നെ ഒരു സ്റ്റെപ്പ് മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് നേരത്തെ ചെയ്ത പോലെ വരയ്ക്കുക. റൈറ്റ് സൈഡിലായിട്ട് ഒരു റൗണ്ട്, എഗെയിൻ ഒരു സ്റ്റെപ്പ് മുകളിലോട്ട് റൈറ്റ് സൈഡിൽ ഒരു റൗണ്ട്, ഇങ്ങനെ പോവാം. ഒരു സ്റ്റെപ്പ് പോലെ. ഇവിടെ വെറുതെ ഇങ്ങനെ ഡോട്ട് ലൈൻ വെർട്ടിക്കലി ഇട്ടാൽ മതി. ഇങ്ങനെ വെറുതെ ഒരു ഡോട്ട് ലൈൻ ഇങ്ങനെ ഒരു വെർട്ടിക്കലി ആയിട്ട് ഇടാം. ഒരു സ്റ്റെപ്പിൻ്റെ ലുക്ക് വരും. അപ്പോൾ അതുപോലെ ലെഫ്റ്റ് സൈഡിൽ ഇതേ പാറ്റേണിൽ വരയ്ക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഹൊറിസോണ്ടലി വരയ്ക്കുക. ഇവിടെ ഒരു ഡോട്ട് കുറച്ച് ഡാർക്കൻ ചെയ്ത് വരയ്ക്കുക. പിന്നെ ഇങ്ങനെ
ഒരു പാറ്റേൺ മനസ്സിലായാലും ഒരു സ്റ്റെപ്പ് പോലെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വെർട്ടിക്കലി വരുന്ന പോർഷനിൽ വെറുതെ ഒരു ഡോട്ട് ലൈൻ ഇങ്ങനെ ഇട്ടാൽ മതി. ഇതിൻ്റെ ഓരോ പോർഷൻസും എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും വരില്ല. ഇത് ഗ്രാഫ് എങ്ങനെയാണ് വരുന്നതെന്ന് ഒരു ഐഡിയ തരാം. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഗ്രാഫ് ഇങ്ങനെ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിന് വേണ്ടി ടേബിളൊന്നും വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുള്ളൂ. ഇപ്പോൾ y = ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ x എന്നാണല്ലോ ഗ്രാഫ് വരയ്ക്കേണ്ടത്. ഇപ്പോൾ എക്സിന് 0 കൊടുത്താൽ എന്ത് വരും? ഈ ഇക്വേഷൻ നോക്കി പറഞ്ഞ് എക്സിന് 0 കൊടുത്താൽ വൈയുടെ വാല്യൂ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 0. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 0 തന്നെയാണ്. അപ്പം അങ്ങനെ കണ്ടില്ലേ 0 കൂടി ഗ്രാഫ് കടന്നു പോകുന്നുണ്ട്. എക്സിന് ഞാനൊരു 0.1 കൊടുത്താലോ വൈയുടെ വാല്യൂ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 0.1 ആവും. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 0.1 0 കാരണം 0.1 വരുമ്പോൾ അതിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ വരുന്ന ആൾ 0. കണ്ടില്ലേ, ഗ്രാഫ് ഷീറ്റ് കണ്ടാൽ അറിയാം എക്സിന് 0.1 കൊടുത്താൽ വൈയുടെ വാല്യൂ 0 തന്നെയാണ്. ഗ്രാഫ് കണ്ടാൽ അറിയാം. ഇങ്ങനെ പോയി എക്സിന് 0.9999 വരെ കൊടുത്താലും വൈയുടെ വാല്യൂ 0 തന്നെ വരുള്ളൂ. കാരണം എക്സിന് 0.999 കൊടുത്താൽ അപ്പോഴും അത് ഫ്രാക്ഷൻ ആണല്ലോ. 0.999 ഫ്രാക്ഷനാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ വരുന്ന ആൾ 0. അപ്പോൾ 1ന് വളരെ അടുത്തോട്ട് കൊണ്ടുവന്നിട്ട് പോലും വൈയുടെ വാല്യൂ 0. ഗ്രാഫ് കണ്ടാൽ അറിയാം. കണ്ടില്ലേ, എക്സിൻ്റെ വാല്യൂ 1നേക്കാളും ഒരു പൊടിക്ക് കുറവാണല്ലോ, 0.9999. എന്നിട്ട് പോലും വൈയുടെ വാല്യൂ 0. എക്സിൻ്റെ വാല്യൂ 1 ആവുമ്പോഴാണ് വൈ 1 ആവുന്നത്. കാരണം ഇത് കണ്ടാൽ അറിയാം എക്സിന് 1 ഡയറക്റ്റ് ആയിട്ട് കൊടുത്താൽ വൈയുടെ വാല്യൂ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 1, വൈ 1 വരും. അപ്പോൾ 1 വരും. അപ്പോൾ എക്സ് കറക്റ്റ് 1 ആകുമ്പോൾ 1 എന്ന് പറഞ്ഞ പോയിന്റ് കണ്ടില്ലേ മുകളിൽ 1. അപ്പോൾ ഇവിടുന്ന് പെട്ടെന്നൊരു ഷാർപ്പായിട്ടുള്ളൊരു ജമ്പ് വന്നു. 0.999 കൊടുത്തപ്പോൾ 0-ലിരുന്ന ആൾ ഒരു പൊടിക്കൊന്ന് കൂട്ടിയപ്പോൾ 1 കൊടുത്തപ്പോൾ 1 മാറി. ഇവിടെ ഒരു ഷാർപ്പായിട്ടുള്ളൊരു ജമ്പിങ് വന്നു. അത് കാണിക്കാൻ നമ്മളൊരു റൈറ്റ് സൈഡിൽ ഒരു ചെറിയൊരു റൗണ്ട് ഇട്ടാൽ മതി. ഓക്കെ, ചെറിയൊരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം, അത്രയേ ഉള്ളൂ. ബാക്കിയുള്ളതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യണില്ല. ഇതൊന്ന് വരച്ച് പഠിച്ചാൽ മതി. ഒരു യൂണിറ്റ് സ്റ്റെപ്പ് പോലെ പോവാണ് ഗ്രാഫ്, കണ്ടില്ലേ? ഓക്കെ.